കാനഡയിലെ തന്നെ മസ്റ്റ് സീ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള മോൺട്രിയലിലെ ബയോഡോമിലാണ് നമ്മൾ പോയത്. ഇതൊരു പെർഫെക്റ്റ് വീക്കെൻഡ് ഔട്ടിംഗ് ആയിരുന്നു. സോ ഇതിൽ ബേസിക്കലി ഒരു 5 എക്കോസിസ്റ്റം അമേരിക്കയുടെ ഒരു 5 എക്കോസിസ്റ്റം ഒരു അണ്ടർ വൺ റൂഫ്, അതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ഉള്ള സൗത്ത് അമേരിക്കയിലെ ഒരു ഇതിലേക്കാണ് എക്കോസിസ്റ്റത്തിലോട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് കുറേ മെക്കാവനൊക്കെ കാണാൻ പറ്റി. നല്ല സുഖമുണ്ടായിരുന്നു. പുറത്തെ തണുപ്പിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ വന്ന ഒരു ഫീലായിരുന്നു. നാട്ടിലെ ഒരു കുറച്ച് ചൂടും നല്ലൊരു വാംത്തായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ റെപ്റ്റൈൽസിനെ, കുറേ പോയ്സണസ് ആയിട്ടുള്ള ചെടികൾ, അതുപോലെ കുറേ പോയ്സണസ് ഫ്രോഗ്സ്, കുറേ മങ്കീസ്, ഇതിനെയൊക്കെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. ട്രെയിൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ കാനു ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ എൻട്രി എടുത്തത്. സോ കാനു ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നിട്ട് നമുക്ക് 100% ഫ്രീ ആണ്. അല്ലെങ്കിൽ ഇതിനൊരു $22.75 എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാണ്ട് നമുക്കത് കയറാൻ പറ്റി. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് എൻട്രൻസിൽ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് എൻട്രി കിട്ടും. അപ്പോൾ ഈ ഓരോ എക്കോസിസ്റ്റം കഴിഞ്ഞ് ഓരോ എക്കോസിസ്റ്റത്തിലേക്ക് പോകുമ്പോഴും ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിലെ പറമ്പിൽ നിൽക്കുന്ന ചെടികളാണ്. ഞാൻ അമ്മത്തിൻ്റെ അടുത്ത് പറയായിരുന്നു. എന്നിട്ടിങ്ങനെ ഇരുട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കേവിൻ്റെ രൂപത്തിൽ, കേവിൻ്റെ അകത്ത് കുറേ ബാറ്റ്സൊക്കെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു കുഞ്ഞു ബാറ്റ് ഇരുന്ന് അവിടെ വാട്ടർമെലൺ കഴിക്കുമായിരുന്നു. അപ്പോൾ അമിത്ത് പറയായിരുന്നു ഗുണ കേവാണിതെന്ന്. വീക്കെൻഡായി കഴിയുമ്പോൾ ഫാമിലിയിൽ എല്ലാവരും കുഞ്ഞു കുട്ടികളെ ടൈം കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു മെയിൻ സ്ഥലമാണിത്. ത്രൈസൂന് യെല്ലോ ഡക്ക് അല്ലാതെ വേറെ ഡക്കിനൊന്നും കണ്ടിട്ട് അങ്ങനെ ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഡക്കിയാന്ന് പറഞ്ഞിട്ടൊന്നും അവൾ വിശ്വസിക്കാതെ കണ്ണു മിഴിച്ചിരിക്കുമായിരുന്നു. സോ ഈ കാനു ആപ്പിൽ ബയോഡോം മാത്രമല്ല, മേജർ പാർക്കുകൾ, സൂകൾ, പ്ലാനറ്റോറിയംസ്, മ്യൂസിയംസ് ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെന്ന് ഒരു 365 ഡേയ്സ് 1 ഇയറിനുള്ളിൽ മാത്രമേ ഇത് ഫ്രീ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പേ ചെയ്യണം. ഈ മീൻ കണ്ടോ, ഇതിനൊരു 3 പല്ല് പോലത്തെ സാധനമൊക്കെ ഉണ്ടത് ഭയങ്കര ഹ്യൂജ് ഒരു മീനാണ്. അതിൻ്റെ മൂലക്കോടി ഇപ്പോൾ ഒരു ഡൈവ് ചെയ്ത് പോകുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര സറിയലായിട്ടുള്ളൊരു ഫീലായിരുന്നു ഇത് കാണുമ്പോൾ. ഇതൊക്കെ കണ്ടപ്പോഴും ത്രൈസ് വലിയ കുലുക്കമൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇത് ഫുള്ളി അണ്ടർ വാട്ടർ സ്റ്റാർ ഫിഷ്, അണ്ടർ വാട്ടർ ഒരു വേറൊരു കാഴ്ചകൾ തന്നെയായിരുന്നു ഇതിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. അമിത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഇവിടെയാണ്. പക്ഷെ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞ് കുറച്ച് പെൻഗ്വിൻസിനൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ത്രൈസ ഭയങ്കര ആക്റ്റീവായി. ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ത്രൈസയുടെ ഒച്ച ഇട്ടിട്ട് സൈഡിൽ കൂടെ കാണാൻ വന്നവർ കൂടെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു പേടിച്ച്. ഇത് കഴിഞ്ഞാൽ നമ്മൾ സബ് പോളാർ റീജിയൻ, അപ്പം ശരിക്കും ഒരു പെൻഗ്വിൻ അവരുടെ ഇതിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് ഫുൾ അവർ ഐസ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്, ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ ഹുഡിയൊക്കെ എടുത്തിട്ടു. പെൻഗ്വിൻസൊക്കെ ശരിക്കും അവരുടെ ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോൾ പ്രായമുള്ള ആൾക്കാർ നടക്കുന്ന പോലെയും നമ്മൾ നോക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. ത്രൈസ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ
ഈ പെൻഗ്വിൻസ് തന്നെ പല പല സ്പീഷീസ് ഉണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ ആ ഒരു വെറൈറ്റി ഉള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മാറി മാറിയായിരിക്കും നിൽക്കുക. അവരുടെ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു ഫാമിലിയുടെ കൂടെ മാത്രമേ ഇവർ നിൽക്കുള്ളായിരുന്നു. ഇതൊക്കെ ഭയങ്കര വലിയ പെൻഗ്വിൻസാണ്. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് തീരെ ചെറിയ ചെറിയ പെൻഗ്വിൻസ് ഉണ്ട്. സോ ബയോഡോമിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമുക്ക് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് നമ്മൾ പതിയെ നടക്കുന്നൊരു കാഴ്ചയാണ്. ചെറി ബ്ലോസം പൂത്ത് തുടങ്ങുന്ന ടൈമാണിത്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു മെയിൻ കാര്യമാണ് ചെറി ബ്ലോസം കാണുക എന്നുള്ളത്. അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുമ്മാ നടന്ന് നോക്കിയതാണ്. നടന്ന് ഒരു 25 മിനിറ്റോളം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ എത്തി ബൊട്ടാനിക്കൽ ഗാർഡനിൽ. ഇതതിൻ്റെ ശരിക്കും ഓഫ് സീസണാണ്. സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വേറെ ലെവൽ ഭംഗിയാണ് കാണാൻ. ബ്ലൂ കളർ വാട്ടറൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇത് മൊത്തത്തിലൊരു ചൈനീസ് രീതിയിലാണ് പണിതേക്കുന്നത്. അവിടുത്തെ ബിൽഡിങ്സൊക്കെ പല ഏൻഷ്യൻറ്റ് ചൈനീസ് ടെമ്പിൾ ഒക്കെ പോലെയാണ് എല്ലാം. ഇവിടെയൊക്കെ വെള്ളം വരും സീസൺ ആകുമ്പോഴത്തേക്കും. ബ്ലൂ കളർ വെള്ളം ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ കാണാമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ ചെറി ബ്ലോസം ആണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത, പക്ഷേ അത് ശരിക്കും ചെറി ബ്ലോസം അല്ലായിരുന്നു. ഈ വീഡിയോ ഒന്നുകൂടെ കാണുമ്പോഴാണ് അമിത്തിൻ്റെ വീഡിയോഗ്രാഫിക് സ്കില്ലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാനിങ്ങനെ നടക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ്, ട്യൂലിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ട്യൂലിപ്പിൻ്റെയും ഒരു ടൈമാണിപ്പം, സ്പ്രിങ് ആയതുകൊണ്ട് കുറേ ട്യൂലിപ്പ് ഗാർഡൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോയില്ല. എനിവേസ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം.